ഇതേത് ആപ്ലിക്കേഷൻ എന്ന് ചോദ്യമുണർത്തുന്നതൊന്നും നാം ഫോണിൽ വെച്ച് പുലർത്തേണ്ടതില്ല. സ്മാർട്ട് ഫോണിനെ ഒരു വീട് പോലെ കണക്കാക്കി അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കണം. അതുകൊണ്ട് അപരിചിതവും ഉപയോഗശൂന്യവുമായ ആപ്ലിക്കേഷനുകൾ ഉടൻ അൺഇൻസ്റ്റാൾ ചെയ്യാം. പരസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആപ്പുകൾക്ക് പകരമായി സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ സുരക്ഷിതമായ ആപ്പുകൾ സ്റ്റോറിൽ നിന്നും കണ്ടെത്താം. ഓപ്പൺ സോഴ്സ് ആപ്പുകൾക്ക് മുൻഗണന നൽകാം. മാത്രമല്ല, ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായി പ്ലേ സ്റ്റോർ, F-Droid തുടങ്ങി വിശ്വസിക്കാവുന്ന ആപ്പ് സ്റ്റോറുകളെ മാത്രം ആശ്രയിക്കുക. നിരന്തരം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് നിലനിർത്തുക. ഇതിനായി പ്ലേ സ്റ്റോർ സെറ്റിംഗ്സിൽ നിന്നും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, പ്ലേ പ്രൊട്ടക്ട് എന്നിവ ഓൺ ചെയ്ത് സൂക്ഷിക്കാം. ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷന് ക്യാമറ ഉപയോഗിക്കേണ്ട അനുമതിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് പുതുതായി ഡൗൺലോഡ് ചെയ്തതും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടവയുമായ ആപ്ലിക്കേഷനുകളുടെ പെർമിഷനുകൾ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഇന്റേണൽ മെമ്മറിയിൽ അടിഞ്ഞുകൂടുന്ന ആവശ്യമില്ലാത്ത ഫയലുകളും ഡൗൺലോഡ് ചെയ്തവയും മറ്റും കൃത്യമായ ഇടവേളകളിൽ ഡിലീറ്റ് ചെയ്യുന്നത് വളരെ നല്ല ശീലമാണ്. ഒരു ഫയലിന്റെ പേര് .apk എന്നാണ് അവസാനിക്കുന്നതെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ആപ്ലിക്കേഷനായി നമ്മുടെ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ഇത്തരം APK ഫയലുകളിൽ വൈറസുകളും മാൽവെയറുകളും ഉൾപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് എന്താണെന്ന് പോലും അറിയാത്ത APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക. ഫോണിന്റെ സെറ്റിംഗ്സിലെ ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് എന്ന ഭാഗത്ത് നിന്നും ഏതൊക്കെ ആപ്പുകളാണ് പിന്നണിയിൽ നിരന്തരം പ്രവർത്തിക്കുന്നതെന്നും ഡേറ്റ യൂസേജ് എന്ന ഭാഗത്ത് നിന്നും ഇന്റർനെറ്റ് ഡേറ്റ കൂടുതലായി ഉപയോഗിക്കുന്ന ആപ്പുകളെയും കണ്ടെത്തുവാനാകും. ഏതെങ്കിലും പ്രതീക്ഷിക്കാത്ത ആപ്ലിക്കേഷനുകളെ സംശയാസ്പദമായി കണ്ടെത്തിയാൽ പ്രവർത്തനം പരിശോധിച്ച് നടപടികൾ എടുക്കുക. യാത്രകൾക്ക് ശേഷം ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുന്നത് ശീലിക്കാം. കൂടാതെ സ്വകാര്യ DNS, സിസ്റ്റം ക്ലീനർ, ഫയർവാൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ കൂടുതൽ സുരക്ഷയ്ക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ശ്രദ്ധിക്കാത്തവർ ഒരു മൊബൈൽ ആന്റിവൈറസ് എങ്കിലും ഉപയോഗപ്പെടുത്തുന്നത് ഒരു പരിധിവരെ സംരക്ഷണം നൽകുന്നു. സ്മാർട്ട് ഫോണിലെ ആപ്പുകൾ സ്വയം ഓപ്പൺ ചെയ്ത് ഓടിക്കളിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ വൈറസ് ബാധയുടെ ലക്ഷണമാണെന്ന് സ്ഥിരീകരിച്ച് കോണ്ടാക്റ്റും പ്രധാന ഫയലുകളും മാത്രം സേവ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതിനും മടിക്കേണ്ടതില്ല.